മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് 11 മണിവരെ മഹാരാഷ്ട്രയിൽ 18.14% പോളിംഗ് രേഖപ്പെടുത്തി. അതേസമയം ജാർഖണ്ഡിൽ പോളിംഗ് ശതമാനം 31.37%. എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നാഗ്പൂർ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മഹാരാഷ്ട്ര ജാർഖണ്ഡ് പോളിംഗ് ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും മികച്ച പോളിംഗ് ആണ് നടക്കുന്നത്. രാവിലെ 11 മണി വരെയുള്ള കണക്കാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്നു പോളിംഗ് എങ്കിൽ പിന്നീട് ഒരു 9 മണിക്ക് ശേഷം വോട്ടർമാരുടെ നീണ്ട നിര ബൂത്തുകളിലുണ്ടായി. 18% മുകളിൽ 11 മണിവരെ മഹാരാഷ്ട്രയിൽ വോട്ടിംഗ് പെർസെന്റേജ് എത്തിയെന്ന് പറയുമ്പോൾ അതൊരു മികച്ച പോളിംഗിന്റെ ലക്ഷണം തന്നെയാണ് കാണുന്നത്. 288 സീറ്റുകളുള്ള സംസ്ഥാനത്ത് ഒറ്റ ഫേസായാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രമുഖ വ്യക്തികളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും മുൻ സർക്കാരിവാഹ് ഭയ്യാജി ജോഷിയും നാഗ്പൂരിലാണ് വോട്ട് ചെയ്തത്. മുഴുവൻ ജനങ്ങളോടും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളിയാകണം എന്ന ആഹ്വാനം സർസംഘചാലക് ഇന്ന് നടത്തുകയുണ്ടായി. ഒപ്പം സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ഒക്കെ മുംബൈയിൽ വോട്ട് രേഖപ്പെടുത്തുന്നത് കാണാം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നാഗ്പൂരിൽ വോട്ട് ചെയ്തു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും നാഗ്പൂരിലാണ് വോട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന ഏക്നാഥ് ഷിൻഡെയും താനെയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രമുഖ വ്യക്തികളൊക്കെ രാവിലെ തന്നെ മഹാരാഷ്ട്രയിൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് മറ്റ് ജനങ്ങളോട് വോട്ട് ചെയ്യുക എന്ന ആഹ്വാനം നടത്തിയാണ് മടങ്ങുന്നത്. ജാർഖണ്ഡിലേക്ക് എത്തുകയാണെങ്കിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. 11 മണിവരെ 31% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു മികച്ച പോളിംഗിന്റെ ലക്ഷണമാണ്. വളരെ സമാധാനപരമായാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും ജാർഖണ്ഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.